ക്ഷേത്രങ്ങളിൽ ഫ്ലക്സ് ബോർഡ് വയ്ക്കുന്നതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ക്ഷേത്രങ്ങൾ നേതാക്കളുടെ ഫ്ലക്സ് ബോർഡ് വയ്ക്കാനുള്ള ഇടമല്ല. ഭക്തർ വരുന്നത് ഫ്ലക്സിലുള്ളവരുടെ മുഖം കാണാനല്ല. ക്ഷേത്രോപദേശക സമിതിയുടെ ജോലി ഇതല്ല. ഭക്തരുടെ പണം ഉപയോഗിച്ചല്ല നേതാക്കളുടെ ഫ്ലക്സ് അടിക്കേണ്ടതെന്നും കോടതി. തുറവൂർ മഹാക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയുടെയും നേതാക്കളുടെയും ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിലാണ് കോടതിയുടെ ഇടപെടൽ. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഇതാദ്യമല്ല ഒരുപക്ഷെ ഇത്തരത്തിൽ നേതാക്കളുടെ ഫ്ലക്സ് ബോർഡുകൾ ക്ഷേത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് കോടതി ഇടപെടുന്നത്. ഇത്തവണ അതിനിശ്ചിതമായ വിമർശനമാണ്. വിവരങ്ങൾ എന്താണ്? വീണ, ഈ ശബരിമല ഇടത്താവളത്തിൽ തീർത്ഥാടകർക്കായി അന്നദാനത്തിന് അനുമതി നൽകിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഈ വിഷയത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് വെക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങള്. ഫ്ലെക്സിലുള്ളവരുടെ മുഖം കാണാനല്ല ഭക്തർ വരുന്നത്, ഭഗവാനെ കാണാനാണ്. ഈ അഭിവാദ്യ ഫ്ലെക്സ് വെക്കുന്നതല്ല ക്ഷേത്രോപദേശക സമിതിയുടെ ജോലി എന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന പണം ഉപയോഗിച്ചല്ല ഇത്തരത്തിൽ ഫ്ലെക്സ് അടിക്കേണ്ടത്. ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുന്നതിന് ചെലവാക്കുന്ന തുക കൂടി ഇത്തരത്തിൽ അന്നദാനത്തിന് ചെലവാക്കണമെന്നും ഹൈക്കോടതി വിമർശന രൂപേണ പറയുകയും ചെയ്തിട്ടുണ്ട്. സമാന സ്വഭാവത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഇടത്താവളങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ മറ്റിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് പരിശോധന നടത്തിയ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. നേരത്തെയും സമാനമായിട്ട് ഈ ഫ്ലെക്സ് ബോർഡുകൾ ക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ചതിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി അതോടൊപ്പം തന്നെ സ്ഥല MLA ഇവർക്കടക്കം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്രോപദേശക സമിതി ഇത്തരത്തിൽ ഫ്ലെക്സ് വെച്ചത്. ഈ വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നടപടിയും രൂക്ഷ വിമർശനവും ഉണ്ടായിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതാണോ എന്ന് സംശയം തോന്നുന്നുണ്ട് ഭക്തർക്ക് പലപ്പോഴും ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ കാണുമ്പോൾ. രേഷ്മ, ആ തരത്തിൽ കോടതി എന്താണ് ഈ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞതിനേക്കാൾ ഉപരി ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്? വീണ, നേരത്തെ തന്നെ ഈ എന്തിനാണ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ആദ്യഘട്ടം മുതലേ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് രാഷ്ട്രീയ നേതാക്കളുടെ പണം അവയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ആ ഫോട്ടോകളടക്കം ഹൈക്കോടതി ഇന്ന് പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ഈ മന്ത്രി, ഇവർക്കൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഭക്തർക്ക് അന്നദാനം കൊടുക്കുന്നതിൽ എന്തിനാണ് ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. മാത്രമല്ല സർക്കാരിന്റെ പ്രതിനിധികളുടെ മുഖമൊക്കെ തന്നെ ഫ്ലെക്സ് ബോർഡിൽ അടിച്ചുകൊണ്ട് അത് ക്ഷേത്ര പരിസരത്ത് അത് അനുചിതമാണെന്നുള്ള ഒരു നിലപാടും കൂടി ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച സമയത്തും ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതി ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചത് കൂടാതെ നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ശബരിമല ഇടത്താവളങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ടായിട്ട് ഹൈക്കോടതി നൽകേണ്ടി വരും. എന്തായാലും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റ് ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര ഉപദേശക സമിതികളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി വലിയ രീതിയിൽ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചുകൊണ്ട് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് അമ്പലങ്ങളെ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഹൈക്കോടതി ഈ വിഷയത്തിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ രൂക്ഷ വിമർശനത്തെക്കാൾ ഉപരി ഇതിപ്പോൾ ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ കണ്ട സംഭവത്തിൽ, പ്രത്യേകിച്ച് തുറവൂരിലെ ക്ഷേത്രത്തിൽ വെച്ച ഫ്ലെക്സ് ബോർഡിൽ എന്ത് നടപടി ആണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? വീണ, നിലവിൽ ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചൊരു സാഹചര്യം അടക്കം വിശദീകരിക്കണം. ഒപ്പം തന്നെ തുടർ നടപടി എന്ത് സ്വീകരിച്ചു, അത് എടുത്തു മാറ്റിയിട്ടുണ്ടോ, അതിന്റെ മറ്റു നടപടി സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ നീക്കം ചെയ്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ഇടത്താവളങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിട്ടുണ്ടോ, ക്ഷേത്രോപദേശക സമിതികൾ സമാനമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികൾക്കോ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കോ ഒക്കെ തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഹൈക്കോടതി
നിലവിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ദേവസ്വം സെക്രട്ടറി ഇത് പരിശോധന നടത്തിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. എന്തായാലും അമ്പലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാനുള്ള ഇടങ്ങളല്ല, ഭക്തർക്ക് വന്ന് ഭഗവാനെ കാണാനുള്ള ഇടങ്ങളാണ്. അവിടെ കാണേണ്ടത് നേതാക്കന്മാരുടെ ചിത്രങ്ങളല്ല എന്നുള്ളതാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. വീണ, സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ. റിപ്പോർട്ട് നൽകണമെന്ന കാര്യം കൂടിയായിരിക്കാം ഒരുപക്ഷെ കോടതിയിൽ നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്നു. നമുക്ക് ചില പ്രതികരണങ്ങൾ നോക്കിയാൽ ഹിന്ദു ഐക്യവേദിയിൽ നേതാവ് RV ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, ദേവാലയങ്ങളിൽ ദേവന്റെ മുഖം കാണുന്നതിനായി ഭക്തരെത്തുന്നു, പ്രാർത്ഥനയ്ക്കായി എത്തുന്നു, നാമജപങ്ങളുമായി എത്തുന്നു. അവിടെയാണ് രാഷ്ട്രീയക്കാരുടെ മുഖങ്ങൾ ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകളിൽ നിറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കാണാം. ഈ തുറവൂരിലാവട്ടെ ക്ഷേത്ര കവാടത്തിന് തൊട്ടടുത്ത്, ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടടുത്താണ് ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനെയാണ് കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഇത് നേരത്തെ തന്നെ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പൊതുസമൂഹത്തിനിടയിൽ വളരെ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള കാര്യമാണ്. ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ദൃഷ്ടിയിൽ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുക, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ വലിയ ദേവനേക്കാൾ വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് വെക്കുന്ന സമീപനം വളരെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടി നടത്തുന്ന ചില പരിപാടികളാണ്, നടപടിക്രമങ്ങളാണ്. ഇത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ട്രേഡ് യൂണിയനുകൾ അതാത് ക്ഷേത്രങ്ങളിൽ സജീവമാണ്. ഈ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തന കേന്ദ്രമായിട്ട് ക്ഷേത്ര സങ്കേതങ്ങൾ മാറുകയാണ്. അവിടെ ഭക്തനും ഭക്തന്റെ വിശ്വാസത്തിനും ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്കും അപ്പുറം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കിടമത്സരത്തിന്റെ വേദിയായിട്ട് ക്ഷേത്രങ്ങളെ അധപ്പതിപ്പിക്കുകയാണ്. കോടതിയുടെ കണ്ടെത്തൽ വളരെ തീർത്തും ശരിയാണ്. ഇത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിനെയും അതേപോലെ ക്ഷേത്രത്തിന്റെ പവിത്രതയെയും അങ്ങേയറ്റം കളങ്കപ്പെടുത്തുന്ന നടപടിയാണ്. ഏത് തരത്തിലുള്ള സംഘടനയായാലും ആ സംഘടനകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംഘടനകൾ അത്തരം സംഘടനകൾക്ക് അവരുടെ കിടമത്സരത്തിനുള്ള വേദിയായിട്ട് ക്ഷേത്രങ്ങളെ ഉപയോഗിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രചരണോപാധിയായിട്ട് ക്ഷേത്ര സങ്കേതങ്ങൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങൾ അത് ഏത് നിലയ്ക്കായാലും ഏത് ട്രേഡ് യൂണിയൻ സംഘടനകളുടേതായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സർക്കാരിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ളതായാലും മുഖ്യമന്ത്രിയുടെ അടക്കം ദേവസ്വം മന്ത്രിയുടെ അടക്കം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒക്കെ അടക്കം വലിയ ഭീമാകാരമായ ഫ്ലക്സ് ബോർഡുകളാണ് ക്ഷേത്ര സങ്കേതങ്ങളിൽ ഉയർത്തിയിട്ടുള്ളത്. ഇതൊക്കെ എടുത്ത് മാറ്റണം. കാവിക്കൊടി എടുത്ത് മാറ്റാൻ കാണിക്കുന്ന ആവേശം, കാവിക്കൊടി കെട്ടാൻ പാടില്ല, ഭക്തജന സംഘടനകളുടെ പരിപാടികളുടെ ബോർഡ് വെക്കാൻ പാടില്ല, ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതോ ക്ഷേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ടതോ ആയ എല്ലാത്തിനെയും ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടേതായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള അതും നിരീശ്വരവാദ സംഘടനകൾ ഉൾപ്പെടെ അവരുടെ ബോർഡുകൾ വളരെ പ്രാമുഖ്യത്തോടെ വയ്ക്കാൻ ഇത്തരം സംഘടനകൾ തയ്യാറാവുന്നത്. അതുകൊണ്ട് കോടതി നടപടികൾ അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ശക്തമായിട്ട് ഈ പ്രവണതയ്ക്ക് വിരാമമിടേണ്ടത് അനിവാര്യമാണ്. വളരെ നന്ദി ശ്രീ RV ബാബു. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്തരം പ്രവണതകൾക്ക് വിരാമമിടേണ്ടതുണ്ട്. അതാണ് കോടതി ഇപ്പോൾ വലിയ വിമർശനമായി തുടങ്ങി വെച്ചതും. BHP നേതാവ് വിജി തമ്പി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിജി തമ്പി, ഈ അടുത്ത കാലത്ത് താങ്കൾ ഓർക്കുന്നുണ്ടാവും, പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കണം, അത് ഉണ്ടാകണമെങ്കിൽ ഭക്തർ ക്ഷേത്രം സ്വന്തം ചിലവിൽ നടത്തണം എന്ന ഒരു സർക്കുലർ പോലീസിൽ വന്നത്. ഇന്നിപ്പോൾ കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭക്തരുടെ പണം ചെലവഴിക്കേണ്ടത് ഇങ്ങനെ ഫ്ലക്സ് ബോർഡ് വയ്ക്കാനല്ല, നേതാക്കളുടെ ഫ്ലക്സ് ബോർഡ് ആ പണം കൊണ്ടല്ല അച്ചടിക്കേണ്ടത് എന്ന അതിരൂക്ഷമായ വിമർശനമാണ്. അപ്പോൾ ഭക്തരുടെ പണം എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് ആ പണം ഉപയോഗിക്കാൻ പാടില്ല എന്നും ഇത്തരത്തിൽ നേതാക്കളുടെ ഫ്ലക്സ് ബോർഡുകൾ അടിക്കാനായി ആ പണം ഉപയോഗിക്കാമെന്നും വരുന്നത് എങ്ങനെയാണ്? സ്വാമി ശരണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് കഴിഞ്ഞ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം പ്ലാറ്റിനം ജൂബിലറി, ആ ജൂബിലി നടത്തിയപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം കൊണ്ടൊരു ഫ്ലെക്സ് വെച്ചു. ഈ ക്ഷേത്രങ്ങൾ കൈമാറിയത് തൊട്ട് എല്ലാ കാര്യത്തിലും, ഇപ്പോൾ അവിടുത്തെ എന്ത് പരിസ്ഥിതിയായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യത്തിലും ഡയറിയിൽ ഉൾപ്പെടെ ചിത്തിരനാൾ മഹാരാജാന്റെ പടമാണ് വയ്ക്കുന്നത്. അതുമില്ല, ഒരു ക്ഷേത്രങ്ങളുടെ പടമില്ല. ഒരു പിണറായി വിജയന്റെയും കുറെ മന്ത്രിമാരുടെയും മാത്രം പടങ്ങൾ വെച്ചിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അകത്ത്, അതായത് കൊടിമരത്തിനകത്ത് കൊണ്ട് വെച്ചിരുന്നു. അന്ന് നമ്മൾ ശക്തമായി പ്രതിഷേധിച്ചതാണ് അതിന്. കാര്യം അവിടെ ക്ഷേത്രത്തിനകത്താണ് ഇതുകൊണ്ട് വെക്കേണ്ടത്.
മാത്രമല്ല ഇപ്പൊ തന്നെ ഗാർഡ് ഓഫ് ഓണർ എന്ന് പറയുന്നാൽ അന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ കൈമാറിയപ്പോൾ ദേവസ്വം ബോർഡുമായിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരമുള്ളത് തന്നെയാണ്. അത് പല ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് പോലീസിനെ ദുർവിനിയോഗം ചെയ്യുന്നു? അപ്പോൾ പോലീസ് ഒരു ഭഗവാന് ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നതാണോ പ്രശ്നം? അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നും അല്ല. വിശ്വാസികളല്ലാത്തവരാണ് 90% പോലീസുകാരിൽ മിക്കവാറും. ഇപ്പം ശബരിമലയിൽ കണ്ടില്ലേ, ശബരിമലയിലെ ആ പൊന്ന് 18-ാം പടിയിൽ തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പുതിയ എണ്ണം വന്നിരിക്കുന്നു. ആ പൊന്ന് 18-ാം പടിയിലെ ആ സിംഹവാഹനത്തിന്റെ അല്ലെ ആ മറ്റേ ഗജവാഹനത്തിന്റെ മോളിൽ കയറി ഇരുന്നിട്ട് സർക്കസ് കളിക്കുന്നൊരു പോലീസുകാരൻ. ഈ അവസ്ഥയിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഗാർഡ് ഓഫ് ഓണർ ഒരു കാരണവശാലും കോടതി അക്കാര്യത്തിൽ ഇടപെട്ട് ഗാർഡ് ഓഫ് ഓണർ തിരിച്ചു കൊണ്ടുവരണം. അതിന് ദേവസ്വം ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും അനാവശ്യമായ രീതിയിൽ ക്ഷേത്രങ്ങളിൽ കൈകടത്തുക, ക്ഷേത്രങ്ങളുടെ സ്വത്തിനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പം പുതിയൊരു ലേറ്റസ്റ്റ് ന്യൂസ് കേട്ടത് പഴയ സ്പീക്കറായിരുന്ന ഇപ്പൊ MP ആയി പോയ ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ വസ്തു അദ്ദേഹത്തിന്റെ കുടുംബക്കാർ കയ്യേറിയിരിക്കുന്നു. അവിടുത്തെ ക്ഷേത്രക്കുളം പൊതുകുളമാക്കി മാറ്റിയിരിക്കുന്നു. അതിനെതിരെ ഇപ്പം കേസുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇതുപോലെ പല പല കാര്യങ്ങളിലും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുക, ക്ഷേത്രങ്ങളിലെ വരുമാനം എങ്ങനെയെങ്കിലും മറിച്ച് ചിലവാക്കുക, ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും തകർക്കുക, അവിടുത്തെ ചൈതന്യത്തെ നശിപ്പിക്കുക. ഇതിനു വേണ്ടിയുള്ള വലിയ ഗൂഢപദ്ധതികളാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തിരിച്ചറിയേണ്ടത് ഹിന്ദു സമാജമാണ്, ഭക്തജനങ്ങളാണ് തിരിച്ചറിയേണ്ടത്. അത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ശബരിമല കാര്യത്തിലാണെങ്കിൽ തന്നെ ഈ വലിയ കഷ്ടം തന്നെയാണ്. ഇപ്പൊ ഇന്നലെ മറ്റേ ഒരു വീഡിയോ കണ്ടു, കുറെ അയ്യപ്പന്മാർ കെട്ടുമായിട്ട് ഒരു കുരിശിന് ചുറ്റും വലം വെച്ച് കുരിശിനെ ശരണം വിളിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ഇതെല്ലാം അനാചാരങ്ങളല്ലേ? ആ അനാചാരങ്ങളെ എന്തുകൊണ്ട് ഒരു തിരിച്ചറിയുന്നില്ല? അതാണ് ഏറ്റവും വലിയ സങ്കടം. അതുപോലെ തന്നെ ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണിക്കുന്ന എല്ലാം ക്ഷേത്രങ്ങളെ എല്ലാ രീതിയിലും നശിപ്പിക്കാനുള്ള ശ്രമമാണ്. അതിനെതിരെ എന്തായാലും ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടതിൽ വളരെ സന്തോഷം. അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഇതുപോലുള്ള ഈ ഗാർഡ് ഓഫ് ഓണറുള്ള വിഷയങ്ങളിൽ പോലും ഹൈക്കോടതി ഇടപെടണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിപ്രായം. തീർച്ചയായും വളരെ നന്ദി ശ്രീ വിജിത് തമ്പി. ആ വിഷയത്തിൽ കൂടി ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ കൂടി ഹൈക്കോടതി ഇടപെടേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ ഫ്ലക്സ് ബോർഡ് വയ്ക്കുന്നതിൽ, ക്ഷേത്രങ്ങളിൽ ഫ്ലക്സ് ബോർഡ് വയ്ക്കുന്നതിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.